ഇന്ന് നമ്മുടെ തിരുവനന്തപുരം ഡേ 2 ആണ്. എങ്ങോട്ടാ പോണേന്നൊന്നും അറിയാൻ പാടില്ല. നമ്മളിപ്പോ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് വന്നേക്കോട്ടോ. ഏതോ ഒരു ഹോട്ടലിൽ വന്നേക്കണ, പേരൊന്നും നോക്കിയില്ല. ഫുഡ് കഴിച്ചിട്ട് നേരെ വന്നത് നമ്മള് സൂയിലോട്ടാണ് കേട്ടോ. നമ്മൾ സൂയുടെ ഉള്ളിലേക്ക് കേറിട്ടോ. വലിയ വലുതൊന്നും അല്ല, നമ്മുടെ അവിടുത്തെ പോത്തുകളൊക്കെ ഇത്ര ഉണ്ടല്ലോ. അത് ചത്ത കിടക്കണ തലയും കുത്തി കിടന്ന് ഉറങ്ങുവാണ് ഗൈസ്. കുരങ്ങുണ്ടോ ഇവിടെ? കണ്ടില്ലല്ലോ. കുരങ്ങനെ കാണാൻ വേണ്ടിട്ടാണോ പാസ് എടുത്ത്? ഇല്ല ഗൈസ്, ഇതെന്താണിത്? പറ്റിക്കപ്പെട്ടോ? എന്താണ് ഈ മൃഗങ്ങൾ? ഇന്ന് ലീവാന്ന് തോന്നുന്നു ഗൈസ്. ദേ മാനും പിള്ളേരും. കുഞ്ഞി മാന. അയ്യോ കരടി. കരടി സേഫ് അല്ലല്ലോ, നമ്മളെ വീട്ടിൽ കൊല്ലൂട്ടോ. എനിക്ക് പേടിയാണ് കരടി. കരടി കൂടെ എടുത്ത് ചാടിയാ എന്നാ ചെയ്യും? വേണ്ട വേണ്ട വേണ്ട, ഞാൻ ചാടൂലേ? പറയാൻ പറ്റില്ല, ഡേഞ്ചർ. നമ്മുടെ സമയം പോലെ ഇരിക്കൂലേ. സൗണ്ട് കേൾക്കാൻ ഉറങ്ങുന്ന ആരാടി എന്റെ ഫോട്ടോ എടുക്കുന്നില്ല. ആ കടുവയ്ക്ക് കൊടുത്ത് ഇറച്ചീനെ കൊത്തി തിന്നുവാ. എന്റെ പൊന്നിക്കിളി, ജീവൻ വേണമെങ്കിൽ ഓടിക്കോ നീയോ. ഇന്നും അടുത്തേക്കൊണ്ട് രക്ഷപ്പെട്ടു. അതേ കിളീന് ഒറ്റയടിക്ക് പണി ചെയ്യുമ്പോ ആ സിംഹം വന്നെടുത്ത് ചാടില്ല. അത്ര ഇതുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതിന്റെ പൊക്കത്ത് സിംഹത്തിന് കേറാൻ പറ്റില്ലേ? നീ സേഫ് ആണോ ഇതൊക്കെ? ആൾക്കാർക്ക് എന്റർടൈൻമെന്റ് വേണ്ടിട്ടേ അവർക്കും എന്റർടൈൻമെന്റാ. പലതരം സൈസുള്ള ആളുകളെ വിഴുങ്ങാൻ കിട്ടൂലോ. അവര് ഉറക്കമാണ് ഗൈസ്. ഒരു മൃഗങ്ങൾ പോലും എണീച്ചിരിക്കുന്നില്ല. നെക്സ്റ്റ് പാമ്പിന്റെ കൂട്ടിലോട്ട് കയറാൻ പോവാണ് ഗൈസ്. നമുക്കൊന്നും ഒന്നിനെയും കാണാൻ പറ്റുന്നില്ല. എല്ലാരും കിടന്ന് ഉറക്കുക. ഐസ്ക്രീം ഉണ്ടോ? ഐസ്ക്രീം കഴിക്കുമ്പോൾ ഫ്രീ ഉദ്ദേശം വെച്ചാലോ, ഔട്ട്ലെറ്റ് കഴിച്ചാലോ രുചിയുണ്ടോ? ഇപ്പൊ മിൽമയുടെ തന്നെ നല്ല രുചിയുണ്ട് അല്ലേ? ഞങ്ങൾ സൂവിൽ നിന്നും ഇറങ്ങി ഇപ്പോൾ വെളിയിലേക്ക് നടക്കുവാണ് കേട്ടോ. പിന്നെ നെക്സ്റ്റ് സ്പോട്ട് വെച്ച് കാണാം. ഇപ്പോൾ തിരുവനന്തപുരം ലുലു മാളിൽ വന്നിരിക്കുകയാണ് കേട്ടോ. ഫസ്റ്റ് ടൈം ആട്ടോ ഞാനിവിടെ വരുന്നത്. നമുക്ക് ലിപ്സ്റ്റിക് ഇട്ട് സെറ്റ് ആവാല്ലേ? ലിപ്സ്റ്റിക് ഇട്ടോ. കേരളത്തിലെ ഏറ്റവും വലിയ ലുലു മാള് ഈ തിരുവനന്തപുരത്താന്ന് പറയണേ. പെർഫ്യൂമിന്റെ ആളാണ് ഗൈസ് അമ്മച്ചി. പെർഫ്യൂം കിട്ടിയാൽ പിന്നെ വെറുതെ വിടില്ല. അവിടെ നിന്ന് പിന്നെ ഒന്നും രണ്ടൊന്നും മേടിക്കാതെ സമാധാനം കിട്ടൂല. ആരിത്? എന്റെ ഫേവറേറ്റ് സ്ഥലത്തേക്ക് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ റൈഡിൽ കയറാൻ പോവുകയാണ്. എന്റെ പൊന്നു ഗൈസ്, ഇത് കണ്ടു വെച്ചോ. ഈ സ്ഥലത്ത് നിങ്ങൾ അത്രയും മെനക്കെട്ടുണ്ടെങ്കിൽ മാത്രം കയറുക. ഇവിടുന്ന് കാണുന്നത് പോലെയല്ല, ഒത്തിരി പൊക്കത്തായിട്ടാണ് നിൽക്കുന്നത്. താഴെ ഒരു സ്റ്റാഫിന്റെ കയ്യിൽ നമ്മൾ ഫോൺ കൊടുത്തായിരുന്നു. പക്ഷെ വേറെ കസ്റ്റമർ വന്നപ്പം ഫോൺ എടുത്ത് വെക്കുമെന്ന് നമ്മളോട് പറഞ്ഞായിരുന്നു. അങ്ങനെ കൊണ്ട് ഫുൾ വീഡിയോ കിട്ടിയില്ല. കുറച്ച് പോയി, പേടിച്ച് കുറച്ചാ പോയത്. പക്ഷെ മുഴുവൻ പോയൊന്നുമില്ല കേട്ടോ. ഭയങ്കര ടാസ്ക് ഇവിടെ കയറില്ല. ഇച്ചിരി ഇല്ലാത്ത പിള്ളേര് കളിക്കേണ്ട ഗെയിം. അഫ്സലിയച്ച് 29 വയസ്സ് കളിക്കുന്ന കണ്ടോ ഗൈസ് നിങ്ങൾ? പേര് നല്ലപോലെ അറിയാൻ മുഖത്ത്. അങ്ങ് ദൂരെ ചങ്കം തിരുമ്പി ഇരിക്കോ പാവോടെ. ഷാനാശക്കൂറിന് അവിടെ നിന്ന് എങ്ങനെ ഇറങ്ങി ഓടിയാ മതി കേട്ടോ. പേര് കൊടുക്കാറുമ്പോഴത്തേക്കും ഷാളൊക്കെ നേരെ ഇട്ട് നല്ല കൊച്ചായിട്ട് ഇരിക്കുക. അത്രയും പേടിച്ചിട്ട് മുഖത്ത് വരുന്നുള്ളിൽ പേടിയുണ്ടോന്ന് നോക്കി. പേടിയുണ്ടായിരുന്നോ? എനിക്ക് ഇത് വേണോട്ടോ. എനിക്ക് ഇത് മതി. എനിക്ക് സ്നിക്കേഴ്സ് ഒന്നും കിട്ടിയില്ല ഗൈസ്. മൂഞ്ചിപ്പോയി. ഇപ്പോൾ ടൈം 4 മണിയായി. ഇപ്പഴാ ഉച്ചത്തെ ഫുഡ് കഴിക്കുന്നത്. നമ്മളിപ്പോ കഴിക്കാൻ വേണ്ടിട്ട് പൊക്കത്ത് വന്നേക്കുവാണ് കേട്ടോ. ഞാൻ രണ്ടുപേരും ഓർഡർ ചെയ്തത് ഹൈദരാബാദി ബിരിയാണി ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ കഴിച്ചിട്ട് ലുലു ഹൈപ്പർ മാർക്കറ്റിലോട്ടാണ് കേട്ടോ പോയത്. ഇവിടെ കുറെ ഉപ്പിലിട്ടതും സലാഡ്സും കുറെ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അറിയാലോ ലുലു മാളല്ലേ. പിന്നെ നമുക്ക് വേണ്ടതൊക്കെ എടുത്ത് ബില്ലൊക്കെ അടിച്ച് ലുലു മാളിൽ ഇറങ്ങി കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ രാത്രി ആയിട്ടോ. പിന്നെ പോണ വഴിക്കാണ് നമ്മൾ ഇൻസ്റ്റയിലൊക്കെ ട്രെൻഡിങ് ആയിട്ടിരുന്ന സുട സുട ഇഡ്ഡലി എന്ന് പറഞ്ഞ ഷോപ്പ് കണ്ടത്. പിന്നെ അവിടെ കയറിയിട്ടോ. അവിടെ മറ്റേ വെങ്കി എന്ന് പറയണ ആ ചേട്ടനെ കാണുമെന്ന് ഓർത്ത്, പക്ഷെ കണ്ടില്ല. ആ ചേട്ടൻ ഇന്ന് നേരത്തെ പോയായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് അവിടുത്തെ വെറൈറ്റീസ് ഒക്കെ കഴിച്ചു കിട്ടോ. പൊടി ഇഡലി. പിന്നെ അവിടെ നിന്നൊക്കെ ഇറങ്ങിയിട്ട് നേരെ വീട്ടിലോട്ട് പോയിട്ടോ. അപ്പൊ ഇത്രേ ഉള്ളൂ കേട്ടോ. ബൈ.